ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഈ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത ഒരാഴ്ച നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഫിനാൻസ്, പിന്നെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക്. ആദ്യം നിങ്ങളുടെ കരിയർ, ഫിനാൻസ് നോക്കാം. നിങ്ങളുടെ കരിയറും ഫിനാൻസും ഈ നെക്സ്റ്റ് 1 വീക്കിൽ എങ്ങനെയായിരിക്കും? വിക്ടറി ആൻഡ് സക്സസ്, ഫെർട്ടിലിറ്റി, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് വന്നിട്ടുള്ള കാർഡ് വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രയത്നത്തിന് ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായാലും നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം ഈ ഒരാഴ്ച നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത്. മറ്റുള്ളവർ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ളൊരു സമയമാണ്. മറ്റുള്ളവരത് മനസ്സിലാക്കും എന്നാണ് കാണുന്നത്. കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ചിലപ്പം ഇൻ്റർവ്യൂ കുറേ നാളുകൊണ്ട് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറേ ഇടത്ത് അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഒന്നും കിട്ടാതിരുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ ക്ലയൻസിനെ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഒരു ബിസിനസ്സിൽ സ്റ്റക്കായിരുന്ന ആൾക്കാർക്ക് അതൊന്ന് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എന്തായാലും ഈ ഒരു ആഴ്ചയിൽ വരാം. നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ ഒരു ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതയാണ്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ കരിയറിൽ ഒരു നല്ല കാര്യം സംഭവിക്കുന്നതിനായിട്ട് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യം അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നിങ്ങൾക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ളൊരു സാധ്യതയാണ് എന്നാണ് കാണുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷൻ വഴിയാണെന്നാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ ഈ ഒരാഴ്ച നിങ്ങൾക്ക് പണം വരാനുള്ളൊരു സാധ്യത ഉണ്ടാവും എന്നാണ് കാണുന്നത്. ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കും, എന്നാൽ പോലും അത് വന്നു തുടങ്ങും എന്നാണ് കാണുന്നത്. ഫിനാൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിഗ് എമൗണ്ട് ആയിരിക്കില്ല ആദ്യം തന്നെ വരണം, പക്ഷെ എന്നാലും ഒരു എമൗണ്ട് വന്നു തുടങ്ങും എന്നാണ് കാണുന്നത്. കാരണം ഒരു മൂവ്മെൻറ്റ് വന്നു തുടങ്ങും എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ ഒരാഴ്ച നിങ്ങൾ കുറേ കാര്യങ്ങൾ നല്ലതായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്ത് തുടങ്ങി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. അടുത്ത് കിട്ടിയിട്ടുള്ളത് ഫെർട്ടിലിറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് പുതിയൊരു ഐഡിയ ഉണ്ടാകുന്നു. നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് കാണുന്നത്. പുതിയ പ്രോജക്റ്റോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയയോ അല്ലെങ്കിൽ ഒരു കൊളാബറേഷനോ ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. പുതിയ സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ ഐഡിയ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഏത് കണ്ടന്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്? പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇതെങ്ങനെ തുടങ്ങണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും കൂടിയാണ്. നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി സക്സസ് ഉണ്ടാകുന്നു എന്നാണ്. കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത് യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണല്ലോ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ക്രിയേറ്റീവ് ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ആൾറെഡി. അപ്പോൾ ആ ഒരു ഐഡിയ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നും കാണുന്നുണ്ട്. ഇതിൽ
ഈ യൂട്യൂബിലൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ, ഈ ഒരു സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് പതിയെ പതിയെ ആ ഒരു ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത്. വളരെ സ്ലോലിയാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഫലം കിട്ടുന്നു. പിന്നെ അടുത്ത് ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ തന്നെ ഓവർ തിങ്ക് ചെയ്ത് ചില കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഡിലേ വരുത്തുന്നുണ്ട്. ഈ നല്ല ഒരു എനർജിയെ നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സെൽഫ് ഡൗട്ട് വെച്ചിട്ട് ഇത് ശരിയാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. കുറേ കാര്യങ്ങളിൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ജെന്യൂനായിട്ട് നിൽക്കാൻ ശ്രമിക്കുക, പക്ഷേ ചില ഐഡിയാസ് ഉപയോഗിക്കുക. ഇതിൽ ഫിനാൻഷ്യലി കുറച്ച് ടെൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ആൾറെഡി ഉണ്ട് എന്നാണ് കാണുന്നത്. അത് മാറും, പക്ഷെ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, എനിക്കങ്ങനെ പറ്റുമോ, ഞാൻ വിചാരിച്ചത് അത് സംഭവിക്കുമോ, നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പം നിങ്ങൾ തന്നെ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കുന്നു, പക്ഷെ അടുത്ത് നിങ്ങൾക്ക് പോകേണ്ട വഴി അടുത്ത് ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങളുടെ ഡൗട്ട് കൊണ്ട് അത് ക്ലിയർ ആയിട്ട് പോകാൻ പറ്റില്ല. ക്ലിയർ മൈൻഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു സമയം. ഇതിൽ ഈ പെർമനന്റ് ആയിട്ടുള്ളൊരു ഒബ്സ്റ്റക്കിൾ അല്ല ഇതെന്ന് വെച്ചാൽ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം. വീണ്ടും വഴി ഇങ്ങോട്ട് തുറക്കുന്നുണ്ട്, വഴി ആൾറെഡി ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു, ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും ഒന്ന് പേഷ്യൻ്റായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ ഈ തടസ്സത്തിൻ്റെ കൂടെ വന്നത് വിക്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഈ തടസ്സമൊന്നും പെർമനൻ്റ് അല്ല. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് ഉടനെ തന്നെ മാറിപ്പോകും എന്നാണ് കാണുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഇത് ഫിനാൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കൂടുന്നൊരവസ്ഥയാണ്. പിന്നെ നിങ്ങൾ കിട്ടൂല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, അത് പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻസിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. പുതിയൊരു വരുമാന മാർഗ്ഗം നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. കാരണം അതാണ് ക്രിയേറ്റീവ് ഐഡിയ. അപ്പം പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതിൻ്റെ ഒരു പ്രകാശവും പ്രൊഫയൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. ഈ ഒരു ആഴ്ച എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് നിങ്ങളുടെ മാനസികാവസ്ഥയിലൂടെ. അപ്പം ഇതാണ് നിങ്ങളുടെ കരിയർ. ഇനി നമുക്ക് കരിയർ ആൻഡ് ഫിനാൻസ്, ഇനി റിലേഷൻഷിപ്പ് നോക്കാം. റിലേഷൻഷിപ്പിൽ എന്താണെന്ന് നോക്കാം. ഷാഡോ, ചൂസ് വൈസിൽ, ഇമോഷണൽ ഡ്രാമ. ഇതിൽ നിങ്ങളുടെ ഷാഡോയാണ് നിങ്ങളെ പുറകോട്ട് വിളിക്കുന്നത്. ആ ഷാഡോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയം. ചിലപ്പം ഇതൊരു നിങ്ങളുടെ തന്നെ പാർട്ട്ണർ നിങ്ങളുടെ ഷാഡോയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നൊരു സമയമാണ് ഇത്. ഇതിൽ ഇപ്പം നമ്മൾ വിചാരിക്കും അവരാണ് മാറേണ്ടതെന്ന്, പക്ഷെ അങ്ങനെയേ അല്ല. അവരല്ല മാറേണ്ടത്, ഇത് മാറേണ്ടത് നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. ഇപ്പം നമ്മളുടെ കൂടെ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അവരിൽ വരുന്ന മാറ്റം ആദ്യം നമ്മളിലാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം ഉണ്ടാകും. ഇതൊരു മൂൺ കാർഡാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ ഷാഡോ വർക്ക് ചെയ്യാനുണ്ടായിരിക്കാം. നമ്മളുടെ ഷാഡോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച ഉണ്ട് എന്നാണ് കാണുന്നത്. ഈ ഒരു ആഴ്ച നിങ്ങൾ ഷാഡോ വർക്ക് ചെയ്യുക. ചൂസ് വൈസിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറേ ഓപ്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ദേഷ്യം, ചില ആൾക്കാരോട് നമ്മൾ എത്ര സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹിക്കാത്ത ആൾക്കാരോട് നമുക്ക് ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ തോന്നി വേറൊരു ഇതിലേക്ക് പോകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ പെയിൻ മറക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, അവിടെ നമുക്കൊരു സംതൃപ്തി സമാധാനം ഒന്നും കിട്ടിയില്ല.
നമ്മൾ വേറൊരിടത്ത് ഇത് ഹീൽ ചെയ്യാതെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കാതെ നമ്മൾ വേറൊരിടത്തേക്ക് പോകുമ്പോൾ സെയിം പാറ്റേൺ തന്നെ വീണ്ടും ആവർത്തിച്ചേക്കാം. അതങ്ങനെയാണ്. നമുക്ക് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും സെയിം സൈക്കിൾ തന്നെ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി വീണ്ടും അടുത്തത് വരുമ്പോൾ അടുത്തതും അങ്ങനെ തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അത് ഇതുകൊണ്ടാണ് നമ്മൾ ഹീൽ ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മൾ ആ പാഠം പൂർണ്ണമായും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഇമോഷണൽ ട്രാവലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു നഷ്ടബോധമൊക്കെ ഈ ഒരാഴ്ച നിങ്ങൾക്ക് വരാം. പക്ഷേ നിങ്ങളത് അതിലെങ്ങനെ സ്റ്റക്കായിരിക്കരുത്. ഇതിൽ ഒരു 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഇത് വ്യക്തികളെ വിട്ടുകളയണം എന്നുള്ളതല്ല, നമ്മളുടെ അറ്റാച്ച്മെന്റ് വിട്ടുകളയണം എന്നുള്ളതാണ്. നമ്മൾ ആരോടൊപ്പമാണോ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അവർ നമ്മളെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ അവർ നമുക്ക് മൂല്യം തരൂല. നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷാഡോ വർക്ക് ചെയ്യുന്നത്. ഇതൊരു സ്പിരിച്വൽ മെസ്സേജ് കൂടിയാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ജന്മം എടുത്തത്. നമ്മുടെ ഭർത്താവിനോ നമ്മുടെ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കോ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്, അവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വന്നതെന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് വേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ സാഹചര്യം അനുസരിച്ച് സംരക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കാണ് പ്രയോറിറ്റി. അതെപ്പോഴും മനസ്സിലാക്കുക. ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റും. പല 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും റിലേഷൻഷിപ്പിൽ തന്നെ. അപ്പം ഇതൊരു ഗൈഡൻസ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആരിലും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകാതിരിക്കുക. അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ ഒരാഴ്ച ചിലപ്പോൾ അവർ നമ്മളെ ട്രിഗർ ചെയ്യും, നമ്മൾ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ ട്രിഗർ ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഇതിൽ ഒരു നഷ്ടബോധം, എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒരു ചിന്ത വന്നേക്കാം. പക്ഷെ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ത്രോട്ട് ചക്രയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് ഒരു ആളെയും പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. ഇതിൽ തുറന്നു പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പരസ്പരം തുറന്നു പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തുറന്നു പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ ഒരു അവസ്ഥ, നമുക്ക് ആരുമില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വഴി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരാഴ്ച അങ്ങനെ ഒരു തുറന്നു പറച്ചില്ല അല്ലെങ്കിൽ ഒരു തുറന്ന സംസാരം കിട്ടുമെന്നാണ് കാണുന്നത്. മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ പാസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ഈ വ്യക്തിക്ക് എത്രയും സ്നേഹവും കരുണയും ഒക്കെ കൊടുത്തിട്ടുണ്ടോ അത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു സമയം നിങ്ങൾക്ക് വരും. അതായത് ചിലപ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുപോകണം എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും അങ്ങനെയല്ല, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം കിട്ടുന്നു. നിങ്ങൾ ആരോടാണോ അത്രയും സ്നേഹവും ആത്മാർത്ഥതയൊക്കെ കാണിച്ചത് അവർ തിരിച്ചും അത് കാണിച്ചേ പറ്റുള്ളൂ എന്ന് ദൈവം തന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഇതാണ് റിലേഷൻഷിപ്പിലെ. ഇനി അടുത്ത് സ്പിരിച്വാലിറ്റിയിൽ നോക്കാം എന്താണ് ഈ ഒരു ആഴ്ച സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫേം ഫൗണ്ടേഷൻ, സ്പിരിച്വൽ യൂണിയൻ, ഹോപ്പ്. ഇതില് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നുണ്ടിട്ടാണ്. നിങ്ങൾ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുക. നമ്മൾ കുറേ വിഷമവും ഭാരവും കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുക. ഇത് നമ്മളുടെ ഹൃദയം കത്തുന്നൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം കൂടി അത് സഫലീകരിക്കുന്നു. നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന കാര്യം.
അത് ഇതിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ഹീൽ ചെയ്യാൻ വിചാരിച്ചതായിരിക്കും, അതും ഈ ഒരു സമയം നടക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഹാർട്ട് ചക്രയും ത്രോട്ട് ചക്രയും ആജ്ഞായും ഇതൊക്കെ ആക്റ്റീവ് ആകുന്നൊരു ആഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് പല പല പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഫേം ഫൗണ്ടേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ മൂലാധാര ചക്രമാണ്. ഇത് മൂലാധാര ചക്രം ആക്റ്റീവ് ആകുന്നു എന്നുള്ള സ്ട്രോങ് ഫൗണ്ടേഷനാണ്. നമുക്ക് മൂലാധാരം സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുള്ളൂ. ബാക്കി എല്ലാം ഓക്കെ ആവണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ക്ലിയർ ആയിരിക്കണം, നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ റൂട്ട് ചക്ര ക്ലെൻസ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ പോകുന്ന ഒരു സമയമാണ് കേട്ടോ. നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ റൂട്ട് ചക്രയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറി തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് ഒരു ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആകുന്നു എന്നുകൂടി കാണുന്നുണ്ട്. പിന്നെ സ്പിരിച്വൽ യൂണിയനാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സ്ട്രോങ് ആയിട്ട് വേണ്ടത്, അപ്പോൾ അതിന് ഒരു നിങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട്, ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്ന് പറയാം. പിന്നെ നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ മസ്കുലൈൻ എനർജി, ഇതൊരു ടിൻ ഫ്ലെയിം എനർജിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഇൻ യാങ് എനർജിയാണ്. അത് ഒരുമിക്കുന്നു, ശിവനും ശക്തിയും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളിലേക്ക് ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ അവേക്കണിംഗ് ആണ്. ഈ ഒരു സമയം ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. നമുക്ക് പുറത്ത് നല്ല സ്നേഹം വേണ്ടത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ അതാണ് ഈ ഇതൊരു ഏസ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾ പുറത്ത് സ്നേഹം തേടി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പുറത്തല്ല സ്നേഹം, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ സ്നേഹിച്ചാൽ അത് ആ ഒരാൾ നിങ്ങളെ അട്രാക്ട് ചെയ്ത് വരും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഫെമിനൈൻ മസ്കുലൈൻ എനർജി ഒന്ന് മെർജ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഹോപ്പാണ്, ഹീലിംഗ് ആണ്. അപ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ ഹീലിങ്ങിൻ്റെ എനർജിയിലായിരിക്കും കേട്ടോ. അത് നിങ്ങളുടെ മൂലാധാരം ഹീലാകുന്നുണ്ട്. ഇത് ഒരു മണിപൂരകത്തിൻ്റെ എനർജിയാണ് ഉള്ളത്. അപ്പം അതും ഹീലാകുന്നുണ്ട്. നിങ്ങളുടെ മണിപൂരക ചക്രം ഹീലാകുന്നുണ്ട്. പുതിയ പ്രതീക്ഷകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പാസ്റ്റിലെ ഊണ്ടെല്ലാം ഹീൽ ചെയ്ത് പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സ്പിരിച്വൽ യൂണിയൻ ഉണ്ട്. ഈ ഒരാഴ്ച നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വളരെയധികം ഉണ്ടാകും. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഒരു 1 വീക്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവും എപ്പോഴും, പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റണം എന്നില്ല. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്കിതെല്ലാം വരുന്നുണ്ട്, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരാഴ്ച ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫാണ്. നിങ്ങൾ കൂടുതൽ ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഹീൽ ചെയ്യുന്നുണ്ട്. ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പല അവസരങ്ങളും വരുന്നുണ്ട്. അത് മനസ്സിലാക്കാം. അപ്പോൾ താങ്ക് യു. ഇതാണ് നിങ്ങളുടെ ഒരു ആഴ്ച, നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് സംഭവിക്കാൻ പോകണം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരാഴ്ച സഫലീകരിക്കുമാറാകട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.